ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിൽ നമ്മൾ കാത്തിരുന്ന നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജിമ ഓടി വിറച്ച് അമ്മയടുത്ത് പോയി പറയുന്നുണ്ട്, അമ്മേ അമ്മേ ഈ ഇഷിത എന്ത് വിചാരിച്ചിട്ടാ, നോക്കിക്കേ അവൻ ഇന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി, നാളെ അറിയാം അവനെ മേലുവേദന വരും, ശരീരവേദന വരും, അസുഖം കൂടാനാണ് ചാൻസ്. എടി നിനക്കിപ്പൊ എന്താ വേണ്ടത്? അല്ല അച്ഛൻ എവിടെ? അച്ഛൻ പുറത്തു പോയി. എന്താടി ഇഷിത എടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാണ് അന്വേഷിക്കുന്നത്? ഞാനെന്തെങ്കിലും പറഞ്ഞാലല്ലേ അമ്മക്ക് കുഴപ്പമുള്ളൂ. ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അമ്മക്കറിയാവോ? അല്ല നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോ, അമ്മേ ഇഷിത ഇത് എന്ത് ഭാവിച്ചിട്ടാണ്? അവള് മഹേഷിന്റെ കൂടെ വയ്യാതെ കിടക്കല്ലേ, മഹേഷിയുടെ ബെഡിൽ കിടക്കാൻ വേണ്ടി പോകുക എന്ന് സ്വപ്നം ചോദിക്കുമ്പോ, അതേ അമ്മേ ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. മഹേഷ് ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അവൾക്ക് അങ്ങനെ മഹേഷിയുടെ ബെഡിൽ കിടക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? അല്ല ഇത് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ നാണം ഉണ്ടോടി നിനക്ക്? സ്വന്തം അനിയന്റെ ബെഡ്റൂമിൽ പോയി ഒളിഞ്ഞു നോക്കാനായിട്ട്. അയ്യോ ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല, അതിലെ കൂടി പോയപ്പോ കേട്ടപ്പോ വെറുതെ അവൻ എന്നെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചെവി കോർപ്പ് ചോദിച്ചൊന്ന് കേട്ടു, അത്രേ ഉള്ളൂ. നാണമില്ലാത്തവളെ. ഇടി ഭർത്താവിനോട് ജീവിക്കാൻ പറ്റാത്തോണ്ട് അസൂയയില്ലേടി നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അമ്മേ എന്ന് പറയുമ്പോഴേക്കും ദേ മര്യാദക്ക് നീ ഇവിടുന്ന് ഓടിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ എന്താ കിട്ടണെന്ന് അറിയില്ല, അത് വെച്ച് നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഫ്ലവർ വേഴ്സ് എടുക്കാണ്. ഇടി നിന്റെ തലക്ക് ഞാൻ അടിക്കണോടി എന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മക്ക് ഞാൻ പറയുമ്പോഴാ കുഴപ്പം, ഇറങ്ങി പോടി വിടുന്നത് എന്ന് പറയുമ്പോ രാമനാഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ സ്വപ്നം, എന്താ കാര്യം? ഇവള് ചെയ്തു വെച്ച പരിപാടി എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ രാമ എന്ന് ചോദിക്കുകയാണ്. എന്താ ഇവള് ചെയ്തത്? ഇവളെ മഹേഷിന്റെ ഇഷിതയെ ബെഡ്റൂമിൽ പോയി ഒളിഞ്ഞു നോക്കിയിരിക്കുന്നു. എന്നിട്ട് പറയാ മഹേഷ് ഇഷിതന്റെ കൂടെ ബെഡിലാ കിടക്കണേന്ന്. അയ്യേ നാണം കേട്ടവള്. എടി നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി, നാണം ഉണ്ടോടി എന്ന് പറയാണ്. അതിനെന്താ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ, ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. മഹേഷ് വയ്യാതിരിക്കല്ലേ, ആ സമയത്ത് മഹേഷിനുള്ള ബെഡിൽ കിടക്കുന്നത് ശരിയാണോ? നിനക്ക് ഇതിന്റെ പേരാണ് അസൂയ. ഭർത്താവിലൂടെ ജീവിക്കാൻ നിനക്ക് പറ്റുന്നില്ല. ഇഷിത ഭർത്താവിലൂടെ ജീവിക്കണത് നിനക്ക് കണ്ടൂടാ, അതിന്റെ അസൂയല്ലേ നിനക്ക്? ഇവിടെ ഇറങ്ങി പോടി വിടുന്ന്, അവരുടെ മുറിയുടെ ഭാഗത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാട്ടോ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് രാമന്ദൻ പറയുന്നുണ്ട്, എന്റെ സ്വപ്നം ഇവൾ ഇവിടുന്ന് തനിക്കൊന്ന് ഇറക്കി വിട്ടൂടെ, എന്ത് ചെയ്യണ രാമ, പറഞ്ഞാലും ഇറങ്ങി പോവില്ലല്ലോ എന്ന് പറയാണ്. ശേഷം ഇഷിതയും അതുപോലെ തന്നെ മഹേഷും അവിടെ അങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഞ്ജും ആ റൂമിന്റെ അടുത്തേക്ക് പോവാണ്. നാണക്കേടാണ്, പക്ഷെ നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് പോയി നോക്കിയാലോ? നോക്കാം എന്ന് പറഞ്ഞിട്ട് വാതിലിൽ മുട്ടുവാണ്. ഇഷ്ട വാതിൽ തുറക്കുന്നുണ്ട്. എന്താ? അല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ മഹേഷിനോട് എന്ന് പറയാണ്. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? മഹേഷ്, ഞാൻ ഈ സമയത്ത് വന്നത് നിങ്ങൾക്കൊരു ശല്യമാണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ വന്നത്? അല്ല എന്നാ പറയാത്ത കാര്യം പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണ്ടേ? അല്ല ചേച്ചിക്ക് എന്താണാവോ പറയാനുള്ളത്? അത് ഈ പാതിരാത്രി. അല്ല നിനക്കിങ്ങനെ വയ്യാതെ കിടക്കുമല്ലേ? അതെ. അപ്പോ ഇഷിത നിന്റെ കൂടെ ബെഡിൽ കിടക്കുന്നത്, അവൾക്ക് നിലത്ത് കിടന്നൂടെ എന്ന് ചോദിക്കാണ്. അല്ല ചേച്ചി എന്തായി പറഞ്ഞു വരുന്നത്? അല്ല ബെഡ് നിലത്ത് വിരിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, നിന്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, മനസ്സിലായി, ഞാനും മഹേഷും കൂടി സംസാരിച്ചത് നിങ്ങൾ വാദിക്കേന്ന് ഒളിഞ്ഞിരുന്നു കേട്ടല്ലേ, അപ്പൊ ഞാൻ മഹേഷിന്റെ കൂടിയാണ് കിടക്കണേന്ന് നിങ്ങൾക്കൊരു സംശയം, അത് തീർക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അയ്യേ അങ്ങനെയൊന്നുമല്ല. മനസ്സിലായി, നിങ്ങൾക്ക് നാണമില്ലേ? അല്ല നിങ്ങൾ ഇത്രയൊക്കെ ആവലാതിപ്പെടുന്നുണ്ടോ, ടെൻഷൻ അടിക്കുന്നത് എന്തിനാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ നാളെ പോയിട്ട് രചനയെടുത്ത് ഓതി കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല രചനയെടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗം കിട്ടാൻ പോണത്? അല്ല ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോണൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. നിങ്ങൾ എത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം നോക്ക്, മഹേഷിന്റെ കൂടെ ഈ ബെഡില ഞാൻ ഇന്ന് കിടക്കാൻ പോണത്, കേട്ടല്ലോ? അതുകൊണ്ട് മഞ്ഞ് വെച്ചിട്ട് പണി നോക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കാട്ടോ ഇഷിത മഞ്ജുവിനെ പുറത്താക്കാണ്. അത് കാണുമ്പോഴേക്കും മഹേഷ് പണ്ട് ഇഷിത കലക്കിയിടോ എന്ന് പറയണം. ഇഷിത പറഞ്ഞു, ഒരു സെക്കൻഡ് അവരൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ കാണാൻ വേണ്ടി ഇഷിത വീണ്ടും അടുക്കള ഭാഗത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ ആദ്യനെയാണ്. ആദ്യ റൂം അടച്ചത് ഭയങ്കര പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. രചന പുറത്തുനിന്ന് മുട്ടുന്നുണ്ട്. മോനെ വാതിൽ തുറക്കാതി, വാതിൽ തുറക്കാതി എന്ന് പറയാണ്. ആദ്യ കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. മോനെ വാതിൽ തുറക്കുന്ന പറയുമ്പോ, എന്താ മമ്മി എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാണ്. മോനെ നീ കരയുമായിരുന്നു, എന്തിനാ മോനെ നീ ഇങ്ങനെ വിഷമിക്കണത് അമ്മക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. മമ്മി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോനെ മമ്മി ഒരു ചീത്തയാണ്, മമ്മിക്ക് നന്നായിട്ട് അറിയാം, മമ്മി ഒരുപാട് തെറ്റുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമാ മമ്മി അനുഭവിക്കണത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്റെ പൊന്നു മോന് കൂടി ഇനി അത് അനുഭവിക്കണ്ട, മോന് ഇവിടുന്ന് പോയി
പൊയ്ക്കും മോനെ, മോൻ മഹേഷിന്റെ കൂടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. നിന്നെ എല്ലാ അർത്ഥത്തിലും നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഡാഡിയാണ് മഹേഷ്. അതുകൊണ്ട് നിന്റെ ഡാഡിയുടെ കൂടെ പോയിക്കോ. ആകാശ് നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. മഹേഷ് ബെഡിലായതുകൊണ്ട് ആകാശ് ഇങ്ങനെയൊക്കെ നിന്നെ ഉപദ്രവിക്കുന്നത്. ആകാശിന് അറിയാം മഹേഷ് എഴുന്നേറ്റ് വന്ന് പകരം ചോദിക്കില്ലെന്ന്. അതുകൊണ്ട് നീ പൊയ്ക്കോ മോനെ, മഹേഷിന്റെ കൂടെ പൊയ്ക്കോ എന്ന് പറയാണ്. രജന പറയണ്ട്, ഞാനിത് മനസ്സിൽ നിന്നാ മോനെ പറയണത്. നിന്റെ മമ്മീനെ അയാളൊന്നും ചെയ്യാൻ പോണൊന്നുമില്ല. ഞാൻ ചെയ്തതിന്റെ തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാം, അതൊറ്റക്ക് അനുഭവിക്കാം. അതിന് എന്റെ മോൻ പങ്ക് വഹിക്കേണ്ട, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. മോനെ, നീ വളരേണ്ട പ്രായമാണ്. നീ ഈ സമയത്ത് വളർന്ന് പഠിച്ച് നല്ല നിലയിലെത്തേണ്ട സമയമാണ്. നീ ഇവിടെ നിന്ന് നീ ചീത്തായി നീ പൊയ്ക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് രചന കരയാണ്. മമ്മി ഇങ്ങനെ കരയില്ലേ മമ്മി, അങ്ങനെ മമ്മീനെ വിട്ട് പോവാണെങ്കിൽ എനിക്ക് എപ്പോഴേ പോകായിരുന്നു. ഞാൻ പോയില്ലല്ലോ, എനിക്ക് എന്റെ മമ്മീനെ വിട്ട് പോകാൻ പറ്റില്ല മമ്മി, എനിക്ക് എന്റെ മമ്മി വേണം. മമ്മീനോട് ഒറ്റക്കാക്കി ഞാൻ പോവില്ല. രക്ഷപ്പെടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ രചന പൊട്ടിക്കേട്ടെ, എന്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം മോനെ നീ എന്നൊക്കെ പറയാണ്. അതിനുശേഷം രചന പറഞ്ഞാൽ നിന്നെ കുറ്റപ്പെടുത്തല്ല, എന്തിനാടാ നീ ആകാശിനെ പോടാന്ന് വിളിച്ചത്? അതിന്റെ ദേഷ്യമായിരുന്നു ആകാശിന്. മുക്കറ്റ മദ്യപിച്ച് അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിടന്നുറങ്ങി. എന്റെ മോൻ എന്തിനും കഴിക്കാൻ വാ. ഇല്ല മമ്മി, എനിക്കൊന്നും വേണ്ട, ഞാൻ എനിക്ക് കരയൊന്നുമില്ല, മമ്മി വിഷമിക്കേണ്ട. അല്ല, നീ എന്തിനാ അയാളെ പോടാന്ന് വിളിച്ചത്? അത് കേട്ടാ മമ്മി ഞെട്ടിപ്പോകും. അയാൾ എന്താ എന്നോട് പറഞ്ഞെന്നറിയാവോ? മമ്മീനെ അടിക്കാൻ. അത് കേട്ടാ ഞാൻ സഹിച്ചിരിക്കണോ അമ്മേ? കേട്ടിരിക്കണോ? അതുകൊണ്ടാ ഞാൻ അയാൾ അടിച്ചത് എന്ന്, അടിക്കാൻ വേണ്ടി പോടാന്ന് പറഞ്ഞെന്ന് പറയുമ്പോ എന്റെ പൊന്നു മോനെന്ന് വേണ്ടി കെട്ടിപ്പിടിച്ച് കരയാട്ടോ രചന. അങ്ങനെ ആദ്യം കരയുന്നുണ്ട്, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതിനുശേഷം മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വീണ്ടും വരുന്നുണ്ട്. കുറെ നാളെ അവരെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്, അപ്പൊ അവർ തലയിൽ കയറാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത വാതിലടക്കാണ്. എന്തായി എന്ന് പറയുമ്പോ, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം മഹേഷ്. ഒട്ടും കൂടിയിട്ടില്ല, കുറഞ്ഞെങ്കിലേ ഉള്ളൂ. എന്നാലും അങ്ങനെയൊക്കെ പറയാവോ? അവിടെ താൻ കൊടുക്കേണ്ട സമയത്ത് തന്നെയാ കൊടുത്തത്. എന്ത് പറയാനേ, ഇവിടുന്ന് പോകുന്നില്ല. അമ്മയും അച്ഛനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇറങ്ങി പോവാനായിട്ട്, അവരിവിടെ പോവാണ്ട് ഇവിടെ നിൽക്കണേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, മഹേഷ് എന്നാ കിടന്നോ. എടോ, അപ്പോ മഞ്ജുമ ചേച്ചിയുടെ പറഞ്ഞതോ താൻ എന്റെ കൂടെ കിടക്കണെന്ന്? അത് വെറുതെ ഒരു പഞ്ചിനെ പറഞ്ഞതല്ലേ. എടോ, പറഞ്ഞ വാക്ക് പാലിക്കണം, അതായിരിക്കണം ഡോക്ടർ ഇഷിത. അല്ല, എന്താ മഹേഷിന്റെ ഉദ്ദേശം? എടോ, നമുക്ക് എത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ചിലപ്പോ നമുക്ക് കാലം കാത്തിച്ചത് ഈ ഒരു അവസ്ഥയായിരിക്കും. എന്ത്, മഹേഷ് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഈ അവസ്ഥയോ? ഇതൊന്നും ശരിയാവില്ല മഹേഷ്. എടോ, എന്തുകൊണ്ട് ശരിയാവില്ല? താൻ ഇങ്ങോട്ട് വന്നേ. മഹേഷ് വേണ്ടട്ടോ. മഹേഷ് കിടക്കാൻ നോക്കിയേ. എടോ, തന്നെ ഞാനല്ലോ വിളിക്കണത്, ഇങ്ങോട്ട് വാടോ മഹേഷ് പ്ലീസ് എന്ന് പറയുമ്പോ, താൻ ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതയുടെ കൈ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് മഹേഷിന്റെ അടുത്തേക്ക് കിടത്തുവാട്ടോ. ഇഷിതക്കും വല്ലാത്ത പോലെ തോന്നുക. ഇഷിത വീണ്ടും മഹേഷ് വേണ്ട, വിട് എന്ന് പറയുമ്പോ മഹേഷ് പറയട്ടെ, എടോ അങ്ങനെ വിടാൻ പറ്റുമൊന്നുമില്ല. നോക്കി ഇഷിത, താൻ എന്റെ ഭാര്യയാണ്, ഞാൻ തന്റെ ഭർത്താവാണ്. ആ വിചാരം തന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. പിന്നെ താൻ എന്തുകൊണ്ടിട്ടാണോ ഈ ഒരു കാര്യത്തിൽ എന്നിൽ നിന്ന് അകന്നു പോണത്? അത് ഞാൻ അകന്നു പോയിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ ഒരു സംഭവത്തെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം നിന്നതല്ലേ. അതൊക്കെ കൈവിട്ട് പോയതല്ലേ, ശരി. പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, താൻ എന്തിനാണോ എന്നെ വിട്ട് പോവല്ലേ. നോക്ക്, മഹേഷ് വെറുതെ ഒരു തിരയൊന്നും ഇല്ലാത്ത ഒരു കടലായിരുന്നു. പക്ഷെ അവിടെ തിര വരുത്തിയത് ആരാ? ഇഷിത. അപ്പൊ ആ തിര അടക്കി നിർത്തേണ്ടത് ആരാ? ഡോക്ടർ ഇഷിത തന്നെ. താനിങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് ഇഷിതക്ക് ഒരു ഉമ്മ കൊടുക്കാണ് മഹേഷ്. പിന്നെ ഇഷിതയും ഭയങ്കര റൊമാൻസ് ആവുന്നു കേട്ടോ. മഹേഷിനെ കിടമ തന്നെ ഇഷിത റൊമാൻസ് ഒക്കെ ആയിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് കഴിയാണ് അന്നിട്ട് രാത്രി. പിന്നെ അവർ പാട്ടോട് കൂടി തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. അതായത് അവരുടെ റൊമാൻറ്റിക് നൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പാട്ടിലൂടെയാണ്. അതിനുശേഷം രാവിലെ ആകുമ്പോഴേക്കും ഇഷിത ഒരു നാണത്തോടു കൂടി ചായയായിട്ട് മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ്. ചായ അടിച്ചിട്ട് മഹേഷിനെ വിളിക്കാൻ നാണമായിട്ട് പോയിട്ടോ ഇഷിതക്ക്. മഹേഷ് എന്ന് വിളിക്കുന്നുണ്ട്. മഹേഷ് പതുക്കെ ഒന്ന് എഴുന്നേക്കാണ്, കണ്ണു തുറന്ന് ഇഷിതനെ നോക്കുവാണ്. മഹേഷ് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, താൻ എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തുന്നു പറയാണ്. ഇഷിത എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട്. എന്താ മഹേഷ്? അല്ല, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ലടോ, തന്നെ വെറുതെ നോക്കുമായിരുന്നു. അല്ല, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? അതെ, ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, ഇന്നലെ കണ്ട പോലെ. ഒന്ന് പോ മഹേഷ്, ഞാൻ ഇഷിതനെ ഇങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ അറിഞ്ഞു ഇഷിത എന്താണെന്നും ഏതാണെന്നും. ഇഷിതയെ അറിഞ്ഞു മഹേഷ് എന്താണെന്ന്. ഇനി നമ്മൾ തമ്മിൽ ഒരു അതിരുകളും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും ഭയങ്കര നാണത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. ഇന്ന് ഒരു പാട്ടായതുകൊണ്ട്, റൊമാൻസും പാട്ടും ആയതുകൊണ്ട് ആണ് റിവ്യൂ ചെറുതായി പോയത് കേട്ടോ. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതയും മഹേഷും ആ റൊമാൻസിന്റെ ബാക്കിയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നതും ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്.
അങ്ങനെ ഇഷിതയും മഹേഷും ഇനി ഒരിക്കലും രണ്ടാവില്ല, ഇനി ഒന്നാണ് എന്നാ ഇപ്പൊ ഞങ്ങൾ എല്ലാ തരത്തിലും ഒന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ കൂടെ നിൽക്കാണ്. ഇഷിതക്ക് സന്തോഷം കൊണ്ട് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ ഇഷിത വേഗം മുറിയുടെ പുറത്തേക്ക് പോയിട്ട് ചിപ്പിയായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ആടി ഓടി നടക്കാട്ടോ. അത് കാണുമ്പോൾ മഞ്ജുവ പറഞ്ഞു, നീ വിജയിച്ചെന്ന് വിചാരിക്കണ്ട, ഞാൻ ജയിച്ചു ചേച്ചി. ഞാനേ മഹേഷിന്റെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായി ഇന്നലെ. അതുകൊണ്ടൊന്നും കാര്യമില്ല, നീയെ പ്രസവിച്ച് കാണിക്ക്, അപ്പോഴങ്ങ് വിശ്വസിക്കാം എന്ന് പറയാണ്. അതിനധികം താമസമൊന്നും വേണ്ടി വരില്ല എന്ന് ഇഷിത നല്ല തക്ക മറുപടിയും കൊടുക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.